ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കൂൺ വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുകും കുറച്ച് ജീരകവും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വറ്റൽമുളകാണ്. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറി ലീവ്സ് ആണ്. കൂടെ തന്നെ ഒരു പകുതി സവാള അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാവേ. പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് മഷ്റൂം, കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മഷ്റൂമാണ്. അപ്പോൾ നമുക്ക് മഷ്റൂമൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് മസാലകൾ ചേർക്കാവേ. ഞാനിവിടെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. മഷ്റൂമിൽ തന്നെ ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വേറെ വെള്ളമൊന്നും ആവശ്യമായി വരുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. അത് കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഇത് തുറന്ന് നോക്കി ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മഷ്റൂമിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. കൂടാതെ തന്നെ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മഷ്റൂമിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മഷ്റൂം തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.